ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. 1024ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,73,000 മുകളിൽ ആളുകൾ കാണുകയും 55% മുകളിൽ ഒക്യുപ്പൻസിയുമാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത്. 19ഓളം ഹൗസ്ഫുൾ ഷോകളും 117 മുകളിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ലഭിച്ച കളക്ഷൻ 2,62,18,000 രൂപയാണ്. ഇന്നലെ ഇതേ സമയം ലഭിച്ചത് 2,46,22,000 രൂപയായിരുന്നു. അതായത് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച വരുന്നു. അതൊരു ഗംഭീര വരവ് എന്ന് തന്നെ പറയാം. ആദ്യ ദിനം സിനിമയ്ക്ക് ലഭ്യമായത് 3,07,87,000 രൂപ. അതായത് 3.5 കോടിയോളമായിരുന്നു കേരള കളക്ഷൻ ആദ്യ ദിനം വന്നത്. രണ്ടാം ദിവസം അതിന് മുകളിലേക്ക് പോകും, 3.5 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഏറെയും പ്രതീക്ഷകൾ നൽകുന്നത്. വിപിൻ ദാസിൻ്റെ സംവിധാനത്തിൽ വന്ന പൃഥ്വിരാജും ബേസിലും നായകന്മാരായി വരുന്ന ഈ ഒരു സിനിമ ശരിക്കും ആദ്യ കാഴ്ചയ്ക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്ക് അമ്മാതരമായ ഒരു ഹൈപ്പാണ്, ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള പേര് വരികയും ഇന്ന് അത് യാഥാർത്ഥ്യമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടാം ദിവസം സാധാരണ ചെറിയൊരു ഇടിവ് വരേണ്ടടുത്ത് ഇവിടെ കളക്ഷൻ കൂടുന്ന ഒരു കാര്യമാണ്. ഇനിയും വരുന്നത് ശനി ഞായർ ദിനങ്ങളാണ്. ശനി ഞായർ ദിനങ്ങളിൽ 4.5 കോടിക്കടുത്തേക്ക് സിനിമയുടെ കളക്ഷൻ എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതെയായിരിക്കുന്നു. എന്തായാലും 4.5 കോടിക്ക് മുകളിലായിരിക്കും ഈ വരുന്ന 2 ദിവസം. അതായത് വീക്കെൻഡിൽ സിനിമ 30 കോടിക്ക് മുകളിലെത്താനുള്ള ഏറെയും ചാൻസുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിലും ഒന്ന് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് പറയാം. എന്തായിരുന്നു നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉള്ള അനുഭവം ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.